ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ അവിടേക്ക് വന്നപ്പോൾ രൂപയുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് സരയു വിളിക്കുന്നുണ്ട്. അങ്ങനെ സരയുവിനോട് വളരെ മോശമായി തന്നെയാണ് സംസാരിക്കുന്നത് രൂപ. ഇനി അയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെട്ടി നുറുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കവളിയിൽ കിടക്കുന്ന ആ പാട് താര തല്ലിയതാണ്, താരയുടെ കൈപ്പാടുകളാണ്. താര തല്ലുകയല്ല വേണ്ടത്, താര അയാളെ അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അത്രയാണല്ലോ അയാൾ താരയോട് ചെയ്ത ക്രൂരത. എന്നിട്ട് ആ ഒരു ചതി എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ അയാൾ കെട്ടിവെച്ച് ഇത്രയും വർഷം ഞങ്ങളൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ഇതേ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് രാഹുലിനോട്. സരയു കളിയാക്കി തന്നെയാണ് ചോദിക്കുന്നത്. അവിടെ പോയിട്ട് ഒരു 1.5 തേപ്പാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ രാഹുൽ വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, അതെ ഇനി എന്തായാലും നിങ്ങൾ എൻ്റെ സ്വഭാവം ശരിക്കും കാണാൻ പോകുന്നതുള്ളൂ, കാണിച്ചു തരാം നിങ്ങൾക്ക്. അവരെ ഞാൻ ഇത്രയും കൊല്ലം അകറ്റിയതല്ലേ ഉള്ളൂ, ഇനിയിപ്പം ഞാൻ മരണത്തിലൂടെ അവരെ ഞാൻ അകറ്റി നിർത്താനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നത് വേഗം പ്രകാശിനെയും വിക്രത്തിനെയും കാണാനാണ്. അങ്ങനെ പ്രകാശനും വിക്രവും രാഹുലിനൊപ്പം നിൽക്കുകയാണ്. എന്തു കാര്യത്തിന് ഞങ്ങൾ കൂടെയുണ്ട്, കൊല്ലാനെങ്കിൽ കൊല്ലാൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം ആ സമയത്ത് വീട്ടിലെത്തിയിട്ട് വിക്രം പ്രകാശിനോട് പറയാണ്, അതെ ഇനിയിപ്പോൾ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, എനിക്കിപ്പോൾ ജയിലിലൊക്കെ കിടന്നിട്ട് ആ ഒരു പേടിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ജയിലിൽ കിടക്കാണ്ടി വന്നായി കഴിഞ്ഞാലും എനിക്കതിലൊരു കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.